കാന്തപുരത്തിന് ഭാരതത്തിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന കൊടുക്കണം, ഭാരതരത്ന പുരസ്കാരം കൊടുക്കണം. അതിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുസ്ലിം സംഘടനകളാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പഴയ പത്രങ്ങളിലൊന്നായ ഫ്രീ പ്രസ് ജേണലിൻ്റെ ഇന്നലെ വൈകുന്നേരം ഓൺലൈനിൽ വന്ന വാർത്തയാണ്. വാർത്ത നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. നിമിഷപ്രിയ എന്ന കേരള യുവതിയെ മോചിപ്പിക്കാൻ, വധശിക്ഷ മാറ്റിവെക്കാൻ മുസ്ലിം പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമൊക്കെയായ കാന്തപുരം നടത്തിയ ഇടപെടലുകൾ കണക്കിലെടുത്ത് അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കുന്ന കാര്യം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. അതുമാത്രമല്ല, ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായയും അന്തസ്സും ഉയർത്താൻ കാന്തപുരത്തിൻ്റെ ഈ ഇടപെടൽ സഹായിച്ചിട്ടുണ്ട് എന്ന് മുംബൈയിലെ റാസ അക്കാദമിയുടെ പ്രസിഡന്റ് മുഹമ്മദ് സയ്യിദ് നൂറി ആവശ്യപ്പെട്ടു എന്നാണ് ഫ്രീ പ്രസ് ജേണൽ പറയുന്നത്. പിന്നെ കാന്തപുരത്തിൻ്റെ സംഭാവനകൾ, കേരളത്തിൻ്റെ ഇന്ത്യയുടെ രാജ്യത്തിന് നൽകിയ സംഭാവനകളൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശദമായ വാർത്തയാണ്. കാന്തപുരത്തിന് ഭാരതരത്ന കിട്ടുമോ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ച പേരിൽ? സത്യത്തിൽ ഇതൊക്കെ നമ്മുടെ പ്രയോറിറ്റിയിൽ വരുന്ന ഒരു വലിയ ദുരന്തം ആലോചിച്ച് നോക്കൂ. നിമിഷപ്രിയ രക്ഷപ്പെടുമോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. നിമിഷപ്രിയയുടെ കാര്യത്തിൽ ആരൊക്കെ ഇടപെട്ടു എന്നതിന് നമുക്ക് ക്ലാരിറ്റി ഇല്ല. നിമിഷപ്രിയയുടെ മാപ്പ് കൊടുക്കേണ്ട, ആ പെൺകുട്ടിക്ക് മാപ്പ് കൊടുക്കേണ്ട യമനി കുടുംബത്തോട് ആരെങ്കിലും ഇന്നുവരെ സംസാരിച്ചു എന്നതിന് യാതൊരു തെളിവുമില്ല. സംസാരിച്ചിട്ടേ ഇല്ല എന്ന് തലാലിന്റെ സഹോദരൻ പറയുന്നുണ്ട്. പറഞ്ഞതുപോലും നമ്മുടെ മുമ്പിലുണ്ട്. രണ്ട്, ഇപ്പോൾ കാന്തപുരം സുന്നികളുടെ നേതാവാണ്. ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്ന പദവി അദ്ദേഹത്തിനുണ്ട്. ഒരു വിഭാഗം കൊടുത്താണെങ്കിൽ പോലും ആ പദവിയുണ്ട്, ആദരണീയനാണ്. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, കേരളത്തിൽ മാത്രമല്ല പുറത്തും ഒക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം തന്നെ പത്രക്കാരെ കാണിച്ച രേഖയുണ്ടല്ലോ, ഗ്രാൻഡ് മുഫ്തി എന്നുള്ള വാട്ടർമാർക്ക്. ഗ്രാൻഡ് മുഫ്തി അദ്ദേഹം അത് കൂട്ടിച്ചേർത്താണ്. അവിടുന്ന് വന്ന കത്ത്, അതിൽ ഗ്രാൻഡ് മുഫ്തി വാട്ടർമാർക്ക് കാണിച്ചു. ഒന്ന്, അത് കൃത്രിമമാണ്. രണ്ടാമത്തെ കാര്യം, ആ കത്തിൻ്റെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ലഭ്യമാണ്. ആ കത്തിൽ എവിടെയും ഷെയ്ഖ് അബൂബക്കർ ആവശ്യപ്പെട്ടതെന്നോ, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി ആവശ്യപ്പെട്ടിട്ടെന്നോ, കാന്തപുര അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടിട്ടെന്നോ പറഞ്ഞിട്ടേ ഇല്ല. അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടനുസരിച്ച് മാറ്റിവെക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തമാശ എന്താന്ന് വെച്ചാൽ, AP ഗ്രൂപ്പിന്റെ നേതാവായ കാന്തപുരത്തിനെതിരായി പരമ്പര നടത്തിക്കൊണ്ടിരിക്കുകയാണ് EK വിഭാഗം നേതാക്കൾ. അഹ്സനി ഉസ്താദിൻ്റെയൊക്കെ പരമ്പരകൾ, പ്രഭാഷണങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല, അവർ പറയുന്നതിന് ആർക്കും നിഷേധിക്കാനാവില്ല. അതിന് മറുപടി ആരും പറഞ്ഞിട്ടില്ല. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഡേറ്റിലുള്ള വ്യത്യാസമാണ്. അതെ, 14-ാം തീയതി യമനിലെ ജയിൽ സൂപ്രണ്ട് അവിടുന്ന് പുറത്തുവിട്ട ഒരു രേഖയാണ്. 15-ാം തീയതി കാന്തപുരം പറയുന്നു, ഞാൻ അടിയന്തരമായിട്ട് ഇടപെടാൻ പോകുന്നു. 15-ാം തീയതി അന്ന് വൈകുന്നേരമാണോ പിറ്റേന്ന് രാവിലെയാണോ ഇദ്ദേഹം യമനിൽ നിന്നൊരു കത്ത് ഫാക്സ് വന്നതായിട്ട് കാണിക്കുന്നു. ആ കത്ത് 14-ാം തീയതി അവിടെ പുറത്തിറങ്ങിയതാണ്. അതായത് പറയുന്നത് 13-ാം തീയതി അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിന്റെ നേതാവ് യമൻ പ്രസിഡന്റുമായിട്ട് കണ്ട് 13-ാം തീയതി ഇത് സമ്മതിച്ചു. 14-ാം തീയതി ഉത്തരവ് ഇറങ്ങി. 15-ാം തീയതിയാണ് കാന്തപുരം പറഞ്ഞ് ഞാൻ ഇടപെടാൻ പോകുന്നു എന്ന് പറയുന്നത്. അതെ, അതിനുശേഷമാണ് കത്ത് വരുന്നത്. അതെ, അതിന്റെ കാലക്രമം വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട്. അതായത് കാന്തപുരം ഇടപെടുന്നതിന് മുമ്പ് തന്നെ ആ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ആകെ ചെയ്തതെന്ന് വെച്ചാൽ, ആ ഉത്തരവ് അവിടുന്ന് ആരോ ഇദ്ദേഹത്തിനും അയച്ചു കൊടുത്തു. ഇദ്ദേഹം അത് പത്രക്കാരോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആവശ്യപ്പെട്ടതിന്റെ ഫലമാണ് അദ്ദേഹം പറഞ്ഞു. ഒരു കാരണവശാലും അദ്ദേഹം ആ പ്രസ്താവന അദ്ദേഹത്തെ തന്നെ ചെറുതാക്കി കാണിക്കുന്നതാണ്. എനിക്ക് കിട്ടിയ വിവരം ഇങ്ങനെയാണ്, ഞാൻ അതിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്കൊരു തമാശ പറയട്ടെ. ഒരാൾ പറഞ്ഞു, ഹിൻഡൻബർഗ്, പെഗാസസ് ഇതൊക്കെ വലിയ വിവാദമായിരുന്നല്ലോ. അതുപോലെയാണ് കാന്തപുരം. ഇത് രണ്ടും ഒറ്റ ദിവസം ഓടിയോളന്ന്. എല്ലാം തമ്മിലൊരു ബന്ധമുണ്ട്. പക്ഷെ ഭയങ്കര കഷ്ടമായിപ്പോയി കാന്തപുരത്തിന്. അങ്ങനെ ഈ വയസ്സുകാലത്ത് അത്ര ഒരു വിവാദത്തിലേക്ക് വലിച്ചിടേണ്ട കാര്യം. അദ്ദേഹത്തോട് ആളുകൾക്ക് എന്തൊക്കെ വിയോജിപ്പുണ്ടായാലും അദ്ദേഹം ചെയ്ത ഒട്ടേറെ നല്ല കാര്യങ്ങളുടെ പേരിൽ അദ്ദേഹം ഓർക്കപ്പെടും. 94 വയസ്സുമായി ആളാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരിടത്തും അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. രണ്ട്, ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം, ഇനി അദ്ദേഹം അത് ഏറ്റെടുക്കുന്നു. അവസാന നിമിഷമാണ് അദ്ദേഹം ഏറ്റെടുത്തു എന്ന് പറയുന്നത് പോലും. എത്രയോ വർഷങ്ങളായിട്ട് ഇത് ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നമാണ്. പലപ്പോഴും വാർത്ത വന്നതാണ്, പലരും ഇടപെട്ടതാണ്, അപ്പോഴൊന്നും ഇടപെട്ടില്ല. ഈ ആക്ഷൻ കൗൺസിൽ പോലും വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അവസാന നിമിഷം ഇടപെട്ടു എങ്കിൽ പോലും ഇപ്പോഴും അതിനു വേണ്ട നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? ഇപ്പോൾ ഈ തലാലിൻ്റെ കുടുംബത്തോട് സംസാരിക്കാതെ അങ്ങനെ അവിടെ 3 പേരോടെങ്കിലും സംസാരിക്കണം. ഒന്ന്, പ്രവിശ്യ ഗവർണറോട് സംസാരിക്കണം. 2, ഈ ട്രൈബ്സിൻ്റെ ഗോത്ര തലവനോട് സംസാരിക്കണം. ഈ 2 പേരോട് സംസാരിക്കാതെ ഒരു വീട്ടിലും
യമനിൽ കയറി ചെല്ലാൻ പറ്റില്ല. അതാണ് അവിടുത്തെ സിസ്റ്റം. ഈ മൂന്നിടത്തും സംസാരം നടന്നതിന്റെ തെളിവുകളില്ല. പക്ഷെ ഇതിനിടയ്ക്ക് മറ്റൊന്ന് സംഭവിച്ചു. വിദേശകാര്യ വക്താവിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റിലെ പ്രശാന്ത് രഘുവംശം എണീറ്റ് നിന്ന് ചോദിച്ചു, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഉടനെ അങ്ങനെ ഒരു എൻറ്റിറ്റി, പേര് പോലും പറഞ്ഞില്ല, എൻറ്റിറ്റി എന്തെങ്കിലും ചെയ്തതായിട്ട് ഞങ്ങളുടെ പക്കൽ ഒരു തെളിവുമില്ല. ഇന്ത്യ ഗവൺമെന്റ് അറിയാതെ ഇന്ത്യ ഗവൺമെന്റ് നിഷേധിച്ചു എന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം കൊച്ചാകുന്നതിന് തുല്യമാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തെ വീണ്ടും വിവാദങ്ങളിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അനുയായികൾ ആരെങ്കിലും ഒക്കെ ഭാരതരത്ന കൊടുക്കണം, ഈ പത്മശ്രീ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത്തരം ഈ വാഴ്ത്തുകാരാണ് എപ്പോഴും വലിയ കുഴപ്പമുണ്ടാക്കുന്നത്. ഈ ടിപ്പു സുൽത്താനെ ഏറ്റവും കൂടുതൽ അപമാനിച്ച് പി കെ ബാലകൃഷ്ണന്റെ വിഖ്യാതമായ ജീവചരിത്രമുണ്ട്. അദ്ദേഹം ആമുഖത്തിൽ പറയുന്ന കാര്യം, ഈ ടിപ്പു സുൽത്താനെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ടുകാരായ അനുയായികളാണ്. സുൽത്താൻ ഒരു ദിവസം 3000 കാഫിര്യങ്ങളെ കൊന്നു എന്നൊക്കെ എഴുതി വെക്കുന്ന വലിയ മഹത്വമാക്കി വാഴ്ത്തിപ്പാടിയതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാഴ്ത്തുകാരെയാണ് ഇനിയിപ്പോൾ കാന്തപുരം സൂക്ഷിക്കേണ്ടത്. ഇത് വലിയ അപകടം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ ഇപ്പോൾ ഒരു ആലോചന നടക്കുന്നുണ്ട്. കാന്തപുരത്തിന്റെ പേര് രണ്ടാമത് ഒരു വിശ്വാസ്യത തോന്നുന്ന മട്ടിൽ വന്നത് എപ്പോഴാണെന്നറിയോ? ഈ ആക്ഷൻ കൗൺസിലിൽ ഒരു പിളർപ്പുണ്ടായി. ഈ നിമിഷപ്രിയയുടെ പേരിൽ കേസിൽ ഇടപെടാൻ വേണ്ടി കുടുംബത്തോട് സംസാരിക്കാൻ പണം വാങ്ങിപ്പോയ $40,000 വാങ്ങിപ്പോയ ലാസർ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? സാമുവൽ ജെറോം. അത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് നിമിഷപ്രിയയുടെ അമ്മയുടെ വീഡിയോ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് സാമുവൽ ജെറോമാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ 1 വർഷമായി എന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഞാൻ തടവിലൊന്നുമല്ല, ഞാൻ തടവിലാണെന്നൊക്കെ പറഞ്ഞ് വ്യാജം ചില ആളുകളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടി എല്ലാം അദ്ദേഹത്തിന്റെ അമ്മയെ നോക്കുന്നതിനേക്കാളും ഭംഗിയായി എന്നോട് നോക്കുന്നു എന്ന് പറഞ്ഞ് തുറന്നടിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ അമ്മ. എന്തായാലും സാർ ഇതിൽ 2 പക്ഷമുണ്ട്. രണ്ട് പക്ഷമാകാൻ കാരണം സുഭാഷ് ചന്ദ്രൻ ആണ് കാന്തപുരത്തിന്റെ കാര്യം പറഞ്ഞത്. സുഭാഷ് ചന്ദ്രനെ തള്ളി പറഞ്ഞു സാമുവൽ ജെറോം. കാന്തപുരവും സുഭാഷ് ചന്ദ്രനും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതോടെ സാമുവൽ ജെറോം അഴിമതിക്കാരനാണെന്ന് സ്ഥാപിക്കണം. അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ അഴിമതിയൊക്കെ ഇപ്പോഴാണ് അവർ പുറത്തു കൊണ്ടുവരുന്നത്. ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് പറയേണ്ടതാണ്. അല്ല, അങ്ങനെ ആദ്യമായി പരാതി പറയേണ്ടത് മേരിയാണ്, നിമിഷപ്രിയയുടെ അമ്മയാണ്. അമ്മയുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, അമ്മ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ്, അദ്ദേഹത്തിന്റെ ചെലവിലാണ്. ഒരു പക്ഷേ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചതും ആവാം, നമുക്ക് അങ്ങനെയും സംശയിക്കാമല്ലോ. പക്ഷേ ഇതിൽ വിയോജിപ്പുണ്ട് എന്നും $40,000 ഈ കമ്മിറ്റിയിൽ നിന്ന് ഇദ്ദേഹം വാങ്ങിപ്പോയിരിക്കുന്നുവെന്നും, ഇനി അപ്പോൾ വാങ്ങിപ്പോയത് 20,000 കൊടുത്തുവെന്നും, ഇനി ഒരു 20,000 കൂടി ചോദിച്ചപ്പോൾ തന്ന കാശ് എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ ചോദിച്ചു നോക്കിയാണ്. എനിക്ക് തോന്നുന്നത് ഈ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് വസ്തുത ഉണ്ടാവാം. ഇല്ലെങ്കിൽ പബ്ലിക് മീഡിയയിൽ വളരെ പരസ്യമായി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെ പോലെ ഈ ഇന്ത്യൻ സുപ്രീം കോടതിയിലെ വക്കീലായ ഒരാൾ അങ്ങനെ പറയാൻ തോന്നുന്നില്ല. അദ്ദേഹമാണ് ആദ്യമായി കാന്തപുരത്തിനെ എൻഡോസ് ചെയ്യുന്നത്. കാന്തപുരത്തിന്റെ ഇടപെടൽ ഉണ്ടായി എന്ന് മാത്രമല്ല, ഉണ്ടായതുകൊണ്ട് എന്ത് ഫലം ഉണ്ടായി എന്നല്ല, കേന്ദ്ര ഗവൺമെന്റ് ഇനി 6 പേരുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം. അതിൽ കാന്തപുരത്തിന് 2 പേര് വേണം, ആക്ഷൻ കൗൺസിൽ 2 പേര് വേണം, കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ 2 പേര് വേണം. അതാണ് അവരുടെ നിർദ്ദേശം. അപ്പോൾ അപ്പുറത്ത് ഇതും സാറ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഈ റോട്ടൻ ആയിട്ട് സംവേർ ഈസ് റോട്ടൻ എന്ന് പറയില്ല, എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. അല്ല, കാന്തപുരം തന്നെ ഇന്നലെ പറഞ്ഞു കേന്ദ്ര സർക്കാർ വിദേശകാര്യ മന്ത്രാലയം ഇടപെടണം, നേതൃത്വം കൊടുക്കണം എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റിയലിസ്റ്റിക് ആയുള്ള ഒരു സ്റ്റാൻഡിലേക്ക് അദ്ദേഹത്തിന്റെ ഭാഗം. അതാണ് അദ്ദേഹം പണ്ടേ ചെയ്യേണ്ടത്. അദ്ദേഹം അതേ പറയാവൂ. അത് ഞാൻ ഉത്തരവാദപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ഒരു പ്രധാന വിഭാഗമായ സുന്നികളുടെ നേതാവ് എന്ന നിലയിൽ ഗ്രാൻഡ് മുഫ്തി എന്ന ഇന്ത്യയുടെ ഞാൻ വിദേശകാര്യ വകുപ്പിന് വേണ്ട സഹായങ്ങൾ ചെയ്യാം, ഞാൻ ആവശ്യപ്പെടുന്നു, ഞാൻ അപേക്ഷിക്കുന്നു, എന്താണോ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യാമെന്ന ഈ ഇപ്പോൾ നടത്തി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതാണ് ആദ്യം നടത്തേണ്ടിയിരുന്നത്. അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഇപ്പോൾ കാന്തപുരം അറിഞ്ഞു ചെയ്തതാവോ ഇതൊക്കെ? കാന്തപുരം പറഞ്ഞ പോലെ ഈ ആരാധകരായിട്ടുള്ള ആളുകൾ അമിതാവേശം കാണിച്ചതാണെങ്കിലോ? ഒന്ന് ആരാധകരെക്കാളേറെ അദ്ദേഹത്തിന്റെ പുത്രനുണ്ട്. ഞാനിപ്പോൾ അദ്ദേഹത്തിനെതിരായി വന്ന ഒരുപാട് വീഡിയോ പരമ്പരകളുണ്ട്. EK വിഭാഗം സുന്നികൾ ഇറക്കുന്നതാണ്. അവർ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് അഹ്സനി അദ്ദേഹത്തിന്റെ മോനുണ്ടല്ലോ, ഈ ഹക്കീം അസ്ഹർ എന്താണ് പേര്, അപ്പോൾ അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ഓണർ, യുവരാജാവ്. MBS എന്ന് പറയും പോലെ യുവരാജാവാണ്. അദ്ദേഹം എഴുതി കൊടുക്കുന്നത് വായിക്കുക, എന്നിട്ട് അദ്ദേഹം കാണാമറയത്തേക്ക് മാറി നിൽക്കുക, ഇരുത്തി കൊടുക്കുക, പത്രക്കാരെ വരുത്തുക, എല്ലാം അറേഞ്ച് ചെയ്യുന്ന ഇദ്ദേഹമാണ്. അപ്പോൾ ആ ഒരു തിരക്കഥയിലെ ആണ് ഇപ്പോൾ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും അത് വലിയ ദുഷ്പേരുണ്ടാക്കും. അനുയായികൾ തീർച്ചയായിട്ടും ആവേശം കൊള്ളാൻ തയ്യാറാവില്ല എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഉടനെ. പക്ഷെ അവർക്ക് തന്നെയും ദുഷ്പേരുണ്ടാക്കും. കാന്തപുരത്തിന് പല ഘട്ടങ്ങളിലും. പിന്നെ ഈ വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം ഇദ്ദേഹത്തിന്. ഇപ്പോൾ കാന്തപുര ഉസ്താദിനെ പോലെ ഒരു വാർത്ത അങ്ങനെ കേട്ടാൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുമോ, അല്ലെങ്കിൽ പൊതുസമൂഹം വിശ്വസിക്കുമോ എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്യൂസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന പ്രവാചകന്റെ മുടി, അതിന്റെ കാലഗണന ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്റെ ഇതാണോ അല്ലയോ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല.
അദ്ദേഹത്തിന്റെ നോളജ് സിറ്റിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ചേകനൂർ കേസിൽ അദ്ദേഹം വിവാദ പുരുഷനാണ്. അദ്ദേഹം പ്രതി ചേർക്കപ്പെടുകയും പിന്നീട് ഏതൊക്കെയോ മാർഗത്തിൽ അല്ലാതെ പോവുകയും ചെയ്തത്. അപ്പൊ ഞാൻ പറയുന്ന അത്ര സംശുദ്ധമായ ഒരു വ്യക്തിത്വമുള്ള ഒരു പണ്ഡിതനല്ലല്ലോ തീർച്ചയായിട്ടും. അല്ല, ഞാനൊരു സംശയിക്കട്ടെ, ഈ രണ്ട് വിഭാഗങ്ങളുണ്ടല്ലോ, EK വിഭാഗവും AP വിഭാഗവും. EK വിഭാഗത്തിന്റെ നേതാവ് ആരാ? EK വിഭാഗത്തിന്റെ നേതാവ് പണ്ട് പാണക്കാട് തങ്ങള്, ഇപ്പൊ ജിഫ്രി തങ്ങള്. EK വിഭാഗം എന്ന് പറഞ്ഞാൽ പണ്ട് ലീഗ് സുന്നിയാണ്, ലീഗിനെ അനുകൂലിക്കുന്ന. ഇത് അരിവാൾ സുന്നി. ഇത് അരിവാൾ സുന്നി ആയിരുന്നു അന്ന്. അപ്പൊ അന്ന് അത് പണ്ട് പല പേര് പറയുന്നു. ചേളാരി ആസ്ഥാനമായുള്ള സുന്നി. ഏതാ പ്രബല ഗ്രൂപ്പ് ഏതാ? ആളുകളുടെ എണ്ണത്തിൽ ഇപ്പോൾ ലീഗ് സുന്നി തന്നെ ആയിരിക്കും വലുത്. പക്ഷെ ആക്ഷൻ, സ്ഥാപനങ്ങള്, സ്വത്ത്, അതൊക്കെ ആസ്തി, സ്ഥാപനങ്ങളുടെ എണ്ണം, സേവനങ്ങളുടെ എണ്ണം, അതൊന്നും വേണമല്ലോ നോക്കുക. അതും രണ്ടും മത്സരിച്ച് ചെയ്യുന്നുണ്ട്. 89 ഇവർ പിളർന്നതിന് ശേഷമാണ് മത്സരിച്ച് സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങിയത്. രണ്ടു കൂട്ടരും മത്സരിച്ച് വളരുന്നുണ്ട്. ദാറുൽ ഹുദ അക്കാദമി അപ്പുറത്ത്, ഇപ്പുറത്ത് നോളജ്. എന്ത് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? വിശ്വാസപരമായി ഒന്നുമില്ല. ആകെയുള്ള പ്രശ്നം ഈ അധികാരത്തിന്റെ പ്രശ്നം തന്നെയാണ്. ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. സമസ്തയുടെ ജനറൽ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാർ ആയിരുന്ന കാലത്ത് ഇദ്ദേഹമായിരുന്നു ജനറൽ സെക്രട്ടറി ആകേണ്ടിയിരുന്നത് എന്നൊരു വാദം സമസ്തയിൽ വന്നു. EKയേക്കാൾ സമർത്ഥനും നല്ല സംഘാടകനും ശക്തനുമാണ് AP എന്ന് വന്നു. അപ്പൊ അന്ന് ഇദ്ദേഹം ജോയിന്റ് സെക്രട്ടറിയാണ്, അദ്ദേഹം ജനറൽ സെക്രട്ടറിയുമാണ്. ആ തർക്കമാണ്. പിന്നെ ഇദ്ദേഹം ആ വിയോജിപ്പുകൾ എങ്ങനെ പരന്ന് ശക്തിപ്പെട്ടു വന്നതോടെ ഒരിക്കലും അദ്ദേഹം ജനറൽ സെക്രട്ടറി ആവില്ല എന്ന് ഏതാണ്ട് തീരുമാനം. ഇത് രണ്ട് വിഭാഗം വന്നപ്പോൾ സുന്നികൾ രണ്ടായ പോലെ ആയിപ്പോയി. രണ്ടായി എന്ന് മാത്രമല്ല, പ്രബലമായ ശത്രുത, പരസ്പരമുള്ള വൈരം, കൂട്ടക്കൊല, എന്തെല്ലാം നടന്നു. ഏറ്റുമുട്ടലുകൾ, കൊലപാതകങ്ങൾ, പള്ളിപിടുത്തം, പോലീസ് കേസുകൾ, എന്തുമാത്രം കേസുകളുണ്ട്. ഈ ഷിയ സുന്നി സംഘർഷം പോലെ ആയിരുന്നല്ലോ കേരളത്തിൽ. അതുപോലെയായിരുന്നു 89 തൊട്ട് ഏതാണ്ട് ഈ കഴിഞ്ഞ ഇപ്പൊ സമീപകാലത്താണ് ഇവർക്കൊന്ന് ഒരുമിച്ച് പോകാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോ രണ്ട് കാര്യം ഉണ്ടായി. ഒന്ന്, സമസ്ത ലീഗിൽ നിന്ന് അകന്നു. അപ്പോ ലീഗ് വിഭാഗം സമസ്ത എന്ന് പണ്ട് വിളിച്ചിരുന്നതിന് തലപ്പത്ത് ഇപ്പൊ ജിഫ്രി തങ്ങളാണ്. അദ്ദേഹത്തിന് മതസംഘടനകൾ തമ്മിൽ സംഘടന രണ്ടായി നിൽക്കുന്നതിനെ കുറിച്ച് അഭിപ്രായമില്ല. രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്താനാണ് താല്പര്യം. അതുകൊണ്ട് ലീഗിനെ അകറ്റി നിർത്തുകയും AP കാന്തപുരം ഗ്രൂപ്പിനെ കൂടെ നിർത്തുകയും ചെയ്തു. അദ്ദേഹം ഒന്നിച്ചു പോകാനുള്ള പോക്കാണ് അത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ജിഫ്രി തങ്ങളുടെ എല്ലാ നീക്കങ്ങൾക്കും അവര് അനുകൂലമാണല്ലോ. ഇതുവരെ AP ഗ്രൂപ്പ് എതിരല്ല. പക്ഷെ ഇപ്പോ ഈ കാര്യത്തിൽ ആവശ്യമില്ലാതെ തലയിട്ട് ഇതുകൊണ്ട് സംഭവിച്ച ഒരു ട്രാജഡി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ രക്ഷിച്ചെടുക്കാനുള്ള സാധ്യതകൾക്ക് ഒരു മങ്ങൽ വന്നു. ഇതിന്റെയൊക്കെ ഇപ്പോ ഉയർന്നു വരുന്ന ഉപകഥകൾ എടുത്തു നോക്കൂ. സബ് സ്റ്റോറീസ് ഒന്നും നിമിഷപ്രിയ അല്ലല്ലോ. അതെ, ഈ ജെറോം മോഷ്ടിച്ചോ ഇല്ലയോ, ആക്ഷൻ കമ്മിറ്റിയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കാന്തപുരം പറയുന്നത് കളവാണോ, അതിനെക്കുറിച്ചാണ് പരമ്പര. നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാൻ ഇന്ത്യക്കാർ ഒരുമിച്ച് നിന്ന്, സമുദായങ്ങൾ ഒരുമിച്ച്, പ്രത്യേകിച്ചും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വലിയ റോളുണ്ട്. യമൻ എന്ന രാജ്യത്തായതുകൊണ്ട് തന്നെ, മുസ്ലിം രാജ്യമായതുകൊണ്ട് മാത്രമല്ല, ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരാണ് യമനികൾ. ആ ഒരു അംശമുണ്ട്. മീൻസ് വംശീയമായൊരു വേരുകളുണ്ട്. എങ്ങനെ വന്നാലും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മറ്റാരെക്കാളും നിമിഷപ്രിയയെ ജയിപ്പിച്ചെടുക്കാനുള്ള, മീൻസ് രക്ഷിച്ചെടുക്കാനുള്ള ബാധ്യത കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഏറ്റെടുത്തിട്ട് എന്താണോ കേന്ദ്ര ഗവൺമെന്റിന് ആവശ്യമായ എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ട് എന്താണ് ഞങ്ങളെ കൊണ്ട് ചെയ്യേണ്ടത് പറയൂ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് പിന്നാലെ നിൽക്കണം. ഗവൺമെന്റുമായിട്ട് ഇതുവരെ ബന്ധപ്പെട്ടില്ല എന്നല്ലേ ഗവൺമെന്റ് പോലും വെളിപ്പെടുന്നത്. അതെ. പക്ഷെ നമ്മൾ ഈ ഭാരതരത്നയൊക്കെ കൊടുക്കുന്നത് രാജ്യത്തിന് വേണ്ടി വലിയ സംഭാവന അല്ലെങ്കിൽ രാഷ്ട്രീയമായ സംഭാവനകളൊക്കെ നൽകിയിട്ടുള്ളവർക്കാണ്. ഒരു മതവിഭാഗത്തിൽ, അതും മതവിഭാഗത്തിലെ ഒരു ഘടകത്തിന്റെ മാത്രം നേതാവായ ഒരാൾക്ക് ഭാരതരത്ന കൊടുക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത് ഇത്തിരി കടന്നു കൈയല്ലേ? ഏതെങ്കിലും പൊട്ടൻ മൗലാന കൊടുക്കുന്ന പത്രക്കുറിപ്പായിരിക്കും സാറേ. അല്ല, ഭാരതരത്ന എന്താ വലിയ വാർത്തയായി. അതേന്നെ, ഇപ്പൊ ഫ്രീ പ്രസ് ജേണലിൽ വാർത്ത വന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് കൊടുത്തയാൾക്ക് ടൈറ്റിൽ വാല്യൂ ഉണ്ടാവാം. അതെ, അല്ലാന്നല്ല പറയുന്നത്. ഇനിയിപ്പോ ഒരു നിമിഷപ്രിയയുടെ കേസിൽ ഇദ്ദേഹം ഒന്ന് ഇടപെട്ടു, അതിന് കൊടുക്കാവുന്നതാണോ ഭാരതരത്ന? ഭാരതരത്ന എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ട്രാക്ക് റെക്കോർഡ് അറിയാലോ, അതിന്റെ പ്രൊഫൈലൊക്കെ എത്ര വലുതായിരിക്കണം. ഹൈ പ്രൊഫൈലുള്ള പേഴ്സണാലിറ്റീസിന് മാത്രമല്ലേ അത് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ പറയുമ്പോൾ നോക്കണ്ടേ. ഏറ്റവും ചുരുങ്ങിയത് പത്മശ്രീ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അല്ല, പത്മശ്രീ ഗ്രാൻഡ് മുഫ്തി പത്മശ്രീ കിട്ടിയൊന്നും പോരാ. ഏറ്റവും വലുത്, ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും വലുത് കൊടുക്കണം. അത് ഏറ്റവും വലുത് വരട്ടെ എന്ന് വെച്ചാൽ ആവശ്യപ്പെട്ടത്. അല്ല, ഇപ്പൊ ഞാനിപ്പോ ഓർക്കുന്നത് നമ്മുടെ രവിചന്ദ്രൻ ഉണ്ടല്ലോ, യുക്തിവാദി. രവിചന്ദ്രൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു പ്രത്യേക സമുദായം എന്ത് ചെയ്താലും അതിന് പ്രതിഫലം ചോദിക്കും. അത് പതിവാണ്. ഇന്ത്യ വിഭജനം മുതലുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ അങ്ങനെയാണ്. അത് രവിചന്ദ്രന്റെ ആ പ്രയോഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്.
രാജ്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്നല്ല, രാജ്യം ഈ ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഞാൻ ചെയ്യുന്നതിനൊക്കെ എനിക്ക് പ്രതിഫലം വേണം എന്ന് ചോദിച്ചു വാങ്ങുന്നവനുണ്ടല്ലോ. സത്യത്തിൽ ഈ രാജ്യത്തിന്റെ പുത്രനാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും എന്നല്ല, എനിക്ക് എന്നെ ഇതുവരെ എത്തിച്ച രാജ്യം എനിക്ക് എന്ത് തന്നു, എനിക്ക് തന്നത് മുഴുവൻ ഈ രാജ്യം തന്നതല്ലേ, ഞാൻ ഈ രാജ്യത്തിന് എന്ത് കൊടുത്തു, ഞാൻ തിരിച്ചല്ലേ ആലോചിക്കേണ്ടത്. ഞാൻ അന്തസ്സോടെ ജീവിക്കുന്നു. വലിയ തലക്കകത്ത് ആൾപ്പാർപ്പുള്ള ആത്മീയ നേതാക്കളൊക്കെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇത്ര അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാവുന്ന, മുസ്ലിമിന് ജീവിക്കാവുന്ന ഒരു രാജ്യം വേറെ ഇല്ല. അല്ല മറ്റൊന്നും അങ്ങനെ രാജ്യത്ത് ജീവിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു? ഞാൻ ഈ രാജ്യത്ത് ആർക്കെങ്കിലും ഒന്ന് ദാനം കൊടുത്തു, അല്ലെങ്കിൽ ഒരു സ്കൂളിന് ഞാനൊരു 2 സ്കൂൾ വെച്ച് കൊടുത്തു. ആരൊക്കെ ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രവാസികൾ എന്തുമാത്രം സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, ഇവരൊക്കെ ചോദിക്കേണ്ടത്. ഇതൊക്കെ ഒരുപക്ഷെ കാന്തപുരം അറിഞ്ഞു ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല. ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, കാന്തപുരത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അനുയായികളെ പ്രീതിപ്പെടുത്താനാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മോന്റെ ഈ സ്ഥാപനപരമായ താല്പര്യങ്ങൾ ഉണ്ടല്ലോ. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇപ്പൊ കാന്തപുരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അപ്പൊ അതൊക്കെ സാധിക്കും. അദ്ദേഹത്തിന് വേണമെങ്കിൽ മോദിയെ നേരിട്ട് വിളിക്കാൻ ആഗ്രഹിച്ചാൽ മോദിയെ ലൈനിൽ കിട്ടും. അല്ല, അദ്ദേഹം എനിക്ക് തോന്നുന്നു മോദി വിളിച്ച ഇന്ത്യൻ സൂഫി സമ്മേളനങ്ങളൊക്കെ തുടങ്ങിയത് മോദിയാണല്ലോ. അതെ, അതിൽ പ്രധാനപ്പെട്ട അതിഥിയായിട്ട് കാന്തപുരം ഉണ്ടായിരുന്നു. അല്ല, മോദിയെ വിളിച്ചാൽ കിട്ടുന്ന ആളാണ് കാന്തപുരത്തിന്. അതിൽ നിന്ന് ശ്രമിച്ചിട്ട് നിമിഷപ്രിയയുടെ കാര്യത്തിൽ എനിക്കൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ രാജ്യം പുള്ളിയെ ചുമതലപ്പെടുത്തും. അതാണ് ചെയ്യേണ്ടത്. ഈ സ്വാധീനം ഉണ്ടല്ലോ, ഈ സ്വാധീനം ഗവൺമെന്റിലേക്ക് നേരിട്ട് സംസാരിക്കാൻ ഒരു മധ്യവർത്തി ഇല്ലാതെ, ഒരു വിചാരിച്ച പ്രധാനമന്ത്രിയോട് സംസാരിക്കാം. അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ നിർദ്ദേശം ഒരു സംശയവും വേണ്ട, പ്രധാനമന്ത്രി സർവാത്മന അംഗീകരിക്കും. അതാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ആ നിർദ്ദേശം അത് ആ വഴിക്കൊക്കെയാണ് ആലോചിച്ച് തുടങ്ങേണ്ടത്. വൈകിയിരിക്കുന്നു. ഇപ്പൊ തന്നെ ഇതിനകത്ത് എന്റെ ബലമായ സംശയം നമ്മൾ തുടക്കത്തിൽ ഇതിന്റെ ഈ ചർച്ചയുടെ ഫസ്റ്റ് അവറിൽ നമ്മൾ പറഞ്ഞതാണ്, ഈ പ്രോസിക്യൂട്ടർ ഇത് മാറ്റിവെക്കാൻ പറഞ്ഞെങ്കിൽ അത് സാങ്കേതികം കൂടിയാവാം. അതെ, നമ്മൾ ഒരുപക്ഷെ സമ്പൂർണമായി ഈ വധശിക്ഷ മാറ്റിവെച്ചത് കൊണ്ടാവണമെന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പോഴും അവർ അപകടാവസ്ഥയിലാണ്. നമ്മൾ ഈ ബ്ലെയിം ചെയ്യുന്ന ആളുകൾ ഓർക്കേണ്ടത് കാന്തപുരവും പറഞ്ഞിട്ടില്ല സമ്പൂർണ്ണമായി മാറ്റിവെച്ചു എന്നുള്ളത്. തൽക്കാലത്തേക്ക് അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അത്രേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ചെയ്യേണ്ടത് ഇപ്പോഴും ചെയ്തിട്ടില്ല. എടുക്കേണ്ട പ്രയോറിറ്റി മുൻഗണനാക്രമത്തിൽ ആരും എടുത്തതായിട്ട് ഈ വാർത്തകളൊന്നും കാണിക്കുന്നില്ല. ആളുകൾ അവനവന്റെ പൊങ്ങച്ചമോ അല്ലെങ്കിൽ അവനവന്റെ എന്താണ് പറയാ പ്രഭയോ ആത്മപ്രശംസയോ അതിന്റെ ഭാഗമാണ് ഫ്രീ പ്രസ് ജേർണലിൽ ഈ വാർത്ത വന്നിരിക്കുന്നത്. ഫ്രീ പ്രസ് ജേർണലിൽ ഈ വാർത്ത വന്നത്, ആ വാർത്തയുടെ പിന്നിൽ ആരായിരുന്നാലും അത് കാന്തപുരത്തെ അപമാനിക്കുന്നു എന്ന് മാത്രം. റാസ അക്കാദമിയുടെ പ്രസിഡന്റ് മുഹമ്മദ് സയ്യിദ് നൂറിയാണ്. എനിക്ക് തോന്നുന്ന ഒരു സൂഫി സ്ഥാപനമാണ് റാസ അക്കാദമി. ഞാൻ കേട്ടിട്ടുണ്ട്, അതായിരിക്കണം, എനിക്ക് അറിഞ്ഞൂടെ ഡീറ്റെയിൽസ്. എന്തായിരുന്നാലും അത് ചീപ്പാണ്. ഈ ഘട്ടത്തിൽ അനവസരത്തിലാണ്, അസ്ഥാനത്താണ്, അങ്ങേയറ്റം സങ്കടകരവുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.